ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 6-7 ഈന്തപ്പഴം കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ബ്ലാക്ക് ഗ്രേപ്സും വൈറ്റ് ഗ്രേപ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഫിഗ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നട്ട്സ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് പിസ്തായും ഒരു 2-3 വാൾനട്ടും എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ നട്ട്സ് അത്രയും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വേണം കേക്ക് ബാറ്ററിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അടി കനമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല അടി കട്ടിയില്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങുന്ന സമയത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരും. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരേക്കും നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര പൂർണ്ണമായിട്ടൊന്ന് മെൽറ്റായി ഒരു തേനിൻ്റെ കളറിലൊന്ന് ആയി വരും. അങ്ങനെ ആയതിനു ശേഷം നന്നായിട്ടൊന്ന് പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു 3-4 പ്രാവശ്യമായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ആദ്യമേ എല്ലാ വെള്ളവും ഒരുമിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര നല്ല ചൂടായതുകൊണ്ട് തന്നെ പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തെറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോവും. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പഞ്ചസാര ഇതുപോലെ ഒന്ന് കട്ടിയാവും. 1-2 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ഏലക്കായും 3 ഗ്രാമ്പൂവും ചെറിയ 2 കഷ്ണം കറുവപ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കാം. നമ്മൾ ഈ ഒരു സ്പൈസസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പ്ലം കേക്കിന് നല്ലൊരു മണം കിട്ടുന്നത്. പ്ലം കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മസാല പൊടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പഞ്ചസാരയിലിട്ട് തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് അളവിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. നമ്മൾ ഓൾറെഡി പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ പ്ലം കേക്കിന് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. നമുക്ക് ബേക്കിംഗ് പൗഡർ മാത്രം മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കേക്ക് ബാറ്റർ ഒന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കൊന്ന് കേക്ക് ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ്. അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കാരമൽ സിറപ്പും കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് റെഡിയായി കഴിയും. പിന്നെ നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്.
നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അത്രയും തന്നെ നമുക്കൊന്ന് മൈദ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാൻ 2 സ്പൂൺ അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മളിങ്ങനെ മൈദ വെച്ചിട്ട് മിക്സ് ചെയ്ത് കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒട്ടും തന്നെ താണു പോകാതെ ഇരിക്കും. നമ്മൾ മൈദയിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കേക്ക് വെന്ത് വരുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ താണു പോകും. നമുക്ക് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈവനായിട്ട് കിട്ടില്ല. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് അത്രയും തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പ്ലം കേക്കിനുള്ള ബാറ്റർ എപ്പോഴും കുറച്ച് തിക്കായിട്ടുള്ള രീതിക്കായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ബട്ടർ പേപ്പറിൻ്റെ നീളം കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് മാറി വരത്തക്ക രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് കാഷ്നട്ട് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി ചെറിയൊരു റിങ് വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ചതിന് ശേഷം 50 മുതൽ 55 മിനിറ്റ് വരേക്കും നമുക്കിതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു 55 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിക്ക് വരണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും തന്നെ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി പ്ലം കേക്കാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും തന്നെ സോക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.